ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ ടിപ്പാണ്. മുഖത്തുണ്ടാകുന്ന പാടുകൾ അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന ടാന്, കരിമംഗലം ഇതൊക്കെ മാറാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ടിപ്പാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന രണ്ട് സാധനങ്ങൾ അതൊരു പേസ്റ്റാക്കി മുഖത്ത് തേച്ചാൽ മതി. എന്തൊക്കെയാണെന്നല്ലേ, മറ്റൊന്നിനെയും കുറിച്ചല്ല പറയുന്നത്, മഞ്ഞളിനെയും ആര്യവേപ്പിനെയും കുറിച്ചാണ് പറയുന്നത്. ഇത് പണ്ട് കാലങ്ങൾ മുതലേ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കണമെന്നില്ല നിങ്ങളൊരു പക്ഷേ ഇത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ എവിടെയെന്നെങ്കിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നാട്ടിൻപുറത്തുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയാൻ സാധ്യതയുണ്ട്. ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടെ അരച്ച് മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ മുഖകാന്തി വർദ്ധിക്കും, അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ മാറും, മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറും. ഈവൻ ചിക്കൻ ബോക്സ് വന്ന പാട് പോലും മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൊണ്ടുള്ള ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇത് നമ്മൾ ഉപകാരമാണെന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ടർമറിക്കിൻ്റെ കാര്യം, അതായത് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ പല വീഡിയോസിലും ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ, അതായത് നമ്മൾ മലയാളികൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേസ് പാക്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നേരെ അടുക്കളയിലോട്ട് പോവുക, അടുക്കളയിൽ അലമാരയിലിരിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് വളരെ തെറ്റാണ്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം. അല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അത് സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുകയില്ല. നിങ്ങൾ സ്കിൻ കെയറിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ പൊടി, അതായത് മഞ്ഞൾ കൃഷി ചെയ്തോ അല്ലെങ്കിൽ മേടിച്ചോ ഉള്ള മഞ്ഞൾ പുഴുങ്ങി നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ, അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യസമേതം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്കിന്നിനെപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ്. അതിനാണ് ഏറ്റവും നല്ല സ്കിന്നിൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തരുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ്. അതാണ് ഏറ്റവും നമ്പർ 1 ചോയ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമുക്ക് അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. അതൊരിക്കലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല. കറിക്ക് ഉപയോഗിക്കുന്ന ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരിക്കലും കസ്തൂരി മഞ്ഞളല്ല. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഈ പറഞ്ഞ അങ്ങാടിക്കടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔഷധശാലകളിലോ ഒക്കെ മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ അത് മഞ്ഞളായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും, നമുക്ക് തന്നെ പൊടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം. ഒന്നുകിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞളായിട്ട് മേടിച്ചിട്ട് അത് ഉരച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ ചെടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു കഷ്ണം ഒടിച്ചെടുത്ത് അതിങ്ങനെ അരച്ച് എടുത്താൽ മതി. അപ്പോൾ മഞ്ഞൾ, നമ്മൾ എപ്പോഴും മഞ്ഞൾ എല്ലാത്തിനകത്തും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളല്ല. അത് ഏത് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം കാര്യമുണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് ഈ മഞ്ഞൾ നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാനായിട്ട് സഹായിക്കും. അതെങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ എന്തെങ്കിലും കുരുക്കൾ വന്ന പാടുകളോ അല്ലെങ്കിൽ എന്താ പറയുക, ചില സൺ ടാനുകൾ അല്ലെങ്കിൽ ഈ കരിമംഗലം പോലത്തെയുള്ള പാടുകൾ, അങ്ങനെയൊക്കെയുള്ള പാടുകൾ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ മെലനിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കുറച്ചിട്ടാണ് ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക കറുത്ത പാടുകളൊക്കെ മാറ്റാൻ മഞ്ഞൾപ്പൊടി സഹായിക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിക്ക് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ എന്തെങ്കിലും ജന്തുക്കൾ കടിക്കുക, അതായത് ജന്തുക്കളല്ല, ചെറിയ ഈച്ചയൊക്കെ കടിക്കുക, കടന്നൽ കുത്തുക, അങ്ങനെയൊക്കെ തേനീച്ച കുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊണ്ട് തേക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അല്ലേ. മഞ്ഞളിൻ്റെ ഒരു പേസ്റ്റ് തേക്കും. അതായത് ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് മഞ്ഞളിന്. അപ്പോൾ നമ്മുടെ മുഖത്താണെങ്കിലും ശരി, ഒരുപാട് മുഖക്കുരുവൊക്കെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാകും ഈ കുരുക്കളിലൊക്കെ. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് അത്. കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി മൈക്രോബിയലാണ്. ഇതെല്ലാം നമ്മളുടെ സ്കിന്നിന് എന്ന് പറയുന്നത് കൂടുതൽ ബെനിഫിറ്റ് നൽകാൻ സഹായിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഏജിങ്ങിൻ്റെ സൈൻസിനെ കുറയ്ക്കുന്നത്, അതായത് നമുക്ക് വയസ്സാകുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ മാറി നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ വീണ് നമ്മളുടെ വയസ്സറിയിക്കുമല്ലോ, അത് മാറാൻ പതിവായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് മാറും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
മഞ്ഞളിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും കൊളാജൻസും ഒക്കെ, കൊളാജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് ബോഡിയുടെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു സ്ട്രക്ചറൊക്കെ കൊടുത്ത് നല്ല ഇലാസ്റ്റിസിറ്റിയൊക്കെ കൊടുത്ത് ആ ഒരു യുവത്വം എന്നല്ല, ആ ഒരു നല്ല ഒരു ചെറുപ്പമായിട്ടുള്ളൊരു സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന സാധനത്തെയാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ടർമറിക്കിനകത്ത് കൊളാജൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാം എന്താ പറയുക നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ കുറച്ചിട്ട് നന്നായിട്ട് സ്കിന്നെ നല്ല ഒരു ഇലാസ്റ്റിസിറ്റി പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. അങ്ങനെയാണ് ഏജിങ് സൈൻസ് ഈ മഞ്ഞൾ കുറയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുമ്പം ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ എടുക്കുന്ന മഞ്ഞൾപ്പൊടി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എടുക്കുക. അതായത് മാർക്കറ്റിൽ കറിയിലിടാൻ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് ഈ വക പ്രോപ്പർട്ടികളൊന്നും, സ്കിന്നിലുള്ള പ്രോപ്പർട്ടികളൊന്നും കാണണമെന്നില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ അത് എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ ചില ആളുകൾക്ക് മഞ്ഞൾ തേക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ എരിച്ചിലും കാര്യങ്ങളും ഒക്കെ കുറച്ചൊരു ചെറിയ ബേണിംഗ് സെൻസേഷൻ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുതിയ പാക്കുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ട്രൈ ചെയ്യാവൂ. അപ്പോൾ മഞ്ഞളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ആര്യവേപ്പാണ്. ആര്യവേപ്പിൻ്റെ ഇല, തളിരില, അത് അരച്ച് ഈ മഞ്ഞളിൻ്റെ കൂടെ അരച്ചാണ് നമ്മളിത് മുഖത്ത് തേക്കുന്നത്. ആര്യവേപ്പിൻ്റെ ഇലയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനും നല്ല ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസാണ്. ബാക്ടീരിയാസിനെയൊക്കെ മാറ്റാനും നമുക്കറിയാം. ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഇതാണ് എന്താ പറയുന്നത് വേപ്പിൻ്റെ ഇല ഇട്ട് കുളിക്കുക, വേപ്പിൻ്റെ ഇല ദേഹത്ത് ഇങ്ങനെ എന്താ പറയുക തൂത്ത് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. കാരണം നല്ല ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസാണ് ഈ ആര്യവേപ്പിനുള്ളത്. അത് നമ്മുടെ സ്കിന്നിൽ നിന്നും ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത് കൊളാജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. കൊളാജൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ സ്കിൻ നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കൊളാജൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നു. ഡ്രൈനെസ് കുറയുമ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയുക സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറും. സ്കിന്നിലുണ്ടാകുന്ന ഈ എന്താ പറയുക ഒരു വാർദ്ധക്യ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വയസ്സ് കൂടുന്തോറും ഉണ്ടാകുന്ന ഒരു ഏജിങ് സൈൻസ് ഒക്കെ കുറയാൻ സഹായിക്കും ഡ്രൈനെസ് മാനേജ് ചെയ്യുമ്പോൾ തന്നെ. അതോടൊപ്പം തന്നെ ഇതൊരു നല്ല ടോണറാണ്. സ്കിൻ നല്ല ടൈറ്റാകാൻ സഹായിക്കും. അതേപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി അളവിൽ നിങ്ങൾ ആര്യവേപ്പ് എടുക്കുക. ഇത് അരച്ച് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒരു പിടി അളവിൽ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. അത് നന്നായിട്ട് അരച്ച് അതിനകത്തേക്ക് മഞ്ഞൾ പൊടിയായിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ പൊടിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. അല്ല നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കൂടി ചേർത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഇത് നമുക്ക് മുഖത്തും കഴുത്തിലുമായിട്ട് തേച്ച് കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ചില കാര്യങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സാധനവും പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നേരെ എടുത്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യരുത്. ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ നിങ്ങൾക്കൊരു 3-4 തവണ ചെയ്യാവുന്നതാണ്. അതിനപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മുഖത്ത് തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആയി സ്കിൻ വലിഞ്ഞു മുറുകുന്നത് വരെ ഒരു ഫേസ് പാക്കുകളും നിങ്ങൾ മുഖത്ത് വെച്ച് കൊടുക്കരുത്. അത് നമ്മുടെ ഡ്രൈനെസ്സിനെ കൂട്ടും. മുഖത്ത് ഭയങ്കരമായിട്ട് ചുളിവുകൾ പിന്നീട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞ പോലെ മുഖത്തും കഴുത്തിലും തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്, സിമ്പിളാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു റെമഡി തന്നെ ആയിരിക്കും. വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളായിരിക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത്. അപ്പം അറിഞ്ഞിട്ടുള്ളവർ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്